ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയുടെ വിജയം നമുക്ക് നാളെയേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുൻ ഉദാഹരണങ്ങൾ എടുത്താൽ ഇപ്പോൾ മധ്യപ്രദേശിൽ അവിടെ ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭരണം അൺപോപ്പുലറായി നിൽക്കുന്ന സമയത്താണ് അവിടെ ലാഡ്ലി ബെഹിൻ സ്കീം പ്രഖ്യാപിച്ചത്. വുമൺ ഓറിയന്റഡ് ആയിരുന്നു, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആയിരുന്നു. അത് വിജയിച്ചു. ബി.ജെ.പിക്ക് തുടർഭരണം കിട്ടി. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് തിരിച്ചടി ഏറ്റതിനു ശേഷം ജൂൺ മാസം ഒടുവിലാണ് അവിടെ ലഡ്കി ബഹിൻ സ്കീം പ്രഖ്യാപിക്കുന്നത്. അതും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. ഇവിടെ അതുപോലെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി മാഞ്ചി പ്രോഗ്രാം, ഇപ്പോൾ ഇവിടുത്തെ മഹിളാ റോസ്ഗാർ യോജന കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീ സ്പെസിഫിക് ആയിട്ട് 1000 രൂപ, അതുപോലെ തന്നെ യുവാക്കൾക്ക് 1000 രൂപ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ആണ് വിജയിക്കുന്ന തന്ത്രമെങ്കിൽ, ഇതാണ് വിജയിക്കുന്ന കെമിസ്ട്രി എങ്കിൽ നിലവിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രതിപക്ഷ മുന്നണികൾക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കല്ലേ ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്? ഞാൻ അതിനോട് തീർച്ചയായിട്ടും യോജിക്കുകയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തിൽ. കാരണം ഭരിക്കുന്ന പാർട്ടിക്ക് എപ്പോഴും ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് പഴയ കാലത്ത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ കോൺഗ്രസിനും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഏത് പാർട്ടി ഭരിക്കുന്നോ അവർക്കൊരു നാച്ചുറൽ അഡ്വാൻറ്റേജ് വരും. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് പറയാനായിട്ട്, പഴയ കാലത്തെ ചരിത്രം ഉൾപ്പെടെ. ഇവിടെ ബീഹാർ പോലുള്ള രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കിനെ ഒന്ന് ചെറുതായി മാറ്റി. അതില്ലാന്ന് ഞാൻ പറയില്ല, അതവിടെയുണ്ട്. പക്ഷേ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ്, ആ ഒരു ഏജ് ഫാക്ടർ, അത് മുന്നോട്ട് വർത്തി വികസനം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് തൊഴിൽ, അവരുടെ വളർച്ച, സാമ്പത്തിക വളർച്ച, ഇത് എല്ലാ പാർട്ടികൾക്കും ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. ആകണം എന്നാണ് ഞാൻ പറയുന്നത്. ജാതിയേക്കാൾ എത്രയോ ഭേദമാണ്, വർഗീയതയേക്കാൾ എത്രയോ ഭേദമാണ് വിമൻ ഡെവലപ്മെൻറ്റ്. ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, തമ്മിൽ ഭേദം തീർച്ചയായിട്ടും ജെൻഡർ ഫാക്ടറാണ് കാസ്റ്റിനേക്കാൾ. അപ്പോൾ കാസ്റ്റ് അവിടെ ഇല്ലയെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയില്ല, അതവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടർ കണക്കാക്കി നമ്മളിപ്പോൾ ഈ ജാതിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ NDA ആണ് വിജയിക്കുന്നത് എങ്കിൽ അവിടെ ഈ ജാതിയുടെ കോമ്പിനേഷൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൊയ്രി സമുദായത്തെ സംബന്ധിച്ച് RLM ഉണ്ട്, അതിദളിതരെ സംബന്ധിച്ച് HAM ഉണ്ട്, ദളിതരെ സംബന്ധിച്ച് പാസ്വാൻ സമുദായക്കാരെ സംബന്ധിച്ച് LJP ഉണ്ട്, അപ്പർ കാസ്റ്റ് വോട്ടുകൾ കിട്ടുന്ന BJPയും കുർമി സമുദായം കൂടുതലായി വോട്ട് ചെയ്യുന്ന JDU ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു പെർഫെക്റ്റ് കാസ്റ്റ് ബാലൻസ് NDA പക്ഷത്തുണ്ട്, രണ്ട് പക്ഷത്തുമുണ്ട്. യാദവ് മുസ്ലിം കോമ്പിനേഷൻ എന്ന് പറയുന്ന ജാതീയതയാണ് മറുവശത്ത് മഹാഗഡ്ബന്ധൻ ശ്രമിച്ചപ്പോൾ ഈ വശത്ത് മിക്കവാറുമുള്ള കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോൺ യാദവ് മുഴുവൻ ഒരു വശത്ത് ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നു. അതിന് പുറമെ മഹാദളിത്, പിന്നെ ചെറിയ ചെറിയ മാഞ്ചി എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ വോട്ട് കിട്ടുന്നു. അപ്പോൾ ഈ വോട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും ഭാരതത്തെ പോലത്തെ രാഷ്ട്രീയത്തിൽ ഒരു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ശാക്തീകരിക്കപ്പെട്ട ഒരു വോട്ടറല്ല. അയാൾ എല്ലാ ഫാക്ടേഴ്സിനും വശംവദരാവുന്നതാണ്. ബീഹാറിൽ പ്രത്യേകിച്ച് പരമ്പരാഗതമായി ജാതിയും മതവും വലിയ ഘടകമാണ്. അപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ലല്ലു പ്രസാദ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട്, മുമ്പ് കർപ്പൂരി താക്കൂർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് ലല്ലു പ്രസാദ് യാദവ് ഒരു വശത്തും നിതീഷ് കുമാർ മറുവശത്തും ആ കണ്ടിന്യൂവേഷൻ വന്നപ്പോൾ ഇപ്പോൾ ലല്ലു പ്രസാദ് യാദവ് താൽക്കാലികമായിട്ട് രംഗത്തില്ല, ഇല്ലെങ്കിൽ പ്രായാധികം കൊണ്ടും രംഗത്തില്ല. പക്ഷേ ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിലും നേടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിതീഷ് കുമാറാണ്. നമ്മളത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, ആ ഒരു ഫാക്ടറുണ്ട്. കാരണം മറുവശത്ത് മുസ്ലിം യാദവ് കോമ്പിനേഷൻ അപ്പുറം മറ്റൊരു ഘടകം അവിടെ വരുന്നില്ല. അപ്പോൾ സോഷ്യൽ ഫാക്ടറിനകത്ത് ജെൻഡർ നോക്കുമ്പോൾ NDAക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗത്തും ഈ അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് NDAക്ക് ഗുണം ചെയ്യുമെന്നാണ്. നാളെ തിരഞ്ഞെടുപ്പ് വിധി മറ്റൊന്നായാൽ നമ്മളത് അംഗീകരിക്കുകയും ചെയ്യും. ഈ പുറമേ എക്സിറ്റ് പോളുകൾ അതൊരു വ്യവസായമാണെങ്കിൽ നാളെ അത് തെറ്റിപ്പോവുകയാണെങ്കിൽ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ വ്യവസായം അടച്ചുപൂട്ടണം. തീർച്ചയായും. അല്ല, പക്ഷേ ഹരിയാനയിലെ മുഴുവൻ എക്സിറ്റ് പോളുകളും തെറ്റിപ്പോയി. അതെ, കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞു. അതിന് മാധ്യമ ഏജൻസികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ശാസ്ത്രീയമായി പഠിക്കാതെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് നോക്കിയിട്ട് പോകുന്ന എക്സിറ്റ് പോളുകൾക്കാണ് ഈ കുഴപ്പം. അക്കാദമിപരമായി ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളും തെറ്റിപ്പോയി. നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ ആരോ പറഞ്ഞു 400 സീറ്റൊന്നും ആരും ഒരു എക്സിറ്റ് പോളും പറഞ്ഞിട്ടില്ല. പ്രീ പോള് പറഞ്ഞിട്ടുണ്ട്. പ്രീ പോളിൽ 350 തെരഞ്ഞെടുപ്പ് അടുത്തോട് വരുമ്പോഴത്തേക്കും ഈ കണക്കുകൾ താഴോട്ട് വന്ന് 300-നും 350-നും ഇടയ്ക്കൊക്കെയാണ് നിന്നത്. 400 പറഞ്ഞത് BJP-ക്കാരാണ്. ശരി.